എല്ലാ ജീവികൾക്കും അവരുടേതായിട്ടുള്ള വികാരവും സെന്റിമെന്റ്സും ഉണ്ട്. ഒരു മനുഷ്യന് കുട്ടിയോടുള്ള സ്നേഹം പശുവിന് പശുക്കുട്ടിയോട് അത്ര സ്നേഹമില്ല എന്നും പറഞ്ഞ് ശീലിക്കരുത്. മനുഷ്യന് മാത്രം സ്നേഹം കൂടുതൽ, പക്ഷികൾക്ക് കുട്ടിയോട് അത്ര സ്നേഹമില്ല. ആരേത് പറഞ്ഞ്? സ്നേഹം അളക്കുന്ന യന്ത്രം നോക്കിയിട്ടാണോ പറയുന്നത്? സകല ജീവികൾക്കും സെന്റിമെന്റ്സ് ഉണ്ട്. ഒരു കുരുവിയുടെ കഥ വേദാന്തക്കാര് സംസാരിക്കുമ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഒരു കുരുവി മുട്ടയിട്ടു, അത് ഭാവന ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ മുട്ടയിട്ടും അതിൽ കുഞ്ഞുങ്ങളുണ്ടാവും, അതിനൊരു കൂട് വേണം. ഇതൊക്കെ കുരുവി ഭാവന ചെയ്യുന്നില്ലേ? അവർക്ക് ബുദ്ധിയില്ലേ? ആ കുരുവി ആ കൂട് പണിയാൻ വേണ്ടി ഓരോ ശിഖരം കൊണ്ടു വെക്കുമ്പോഴും അത് സ്വപ്നം കാണുന്നില്ലേ? കൂടിന്റെ നിർമ്മാണം. മനുഷ്യന് മാത്രമേ പെരപ്പണി എടുക്കണം, മനുഷ്യന് മാത്രമേ ബുദ്ധിയുള്ളൂ. അങ്ങനെ കൂടുണ്ടാക്കി കുട്ടികളുടെ സുരക്ഷയെപ്പറ്റി നല്ലതുപോലെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് കഴുകന്റെയൊക്കെ ദൃഷ്ടിപ്പെടാത്ത രീതിയിലുള്ള സ്ഥലം തെരഞ്ഞു പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ആഹാരം തേടി പുറത്തേക്ക് പോയ അവസരം മുട്ട വിരിഞ്ഞിട്ടില്ല. അല്ലാതെ അവിടെ അങ്ങനെ വിരിനോർത്തി കിടക്കാൻ സഹായിക്കാനൊന്നും കുരുവിക്ക് ആളില്ല. ഒരു കഴുകനോ മറ്റോ വന്ന് അതിലത്തെ മുട്ട എടുത്ത് പറന്നു. എങ്ങനെയോ കുരുവി ഈ വിവരറിഞ്ഞു, ഓടി വന്നു, പറകെ പറഞ്ഞു. അത് സമുദ്രത്തിലാണ് വീണു. കുരുവിയുടെ മുട്ട. നമുക്കറിയാമല്ലോ, ഒരു കുരുവിയുടെ മുട്ട സമുദ്രത്തിൽ വീണാൽ അത് പിന്നെ എടുത്താൽ കിട്ടുമോ? ഈ കുരുവി കുറച്ച് ശ്രമമൊക്കെ നടത്തി, കണ്ടാ തിരിച്ചറിയണ ഭാഗങ്ങളിലൊക്കെ പോയി നോക്കി, മുട്ട കിട്ടിയില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാനത് ശരിയാക്കിയെടുക്കും, സമുദ്രത്തിലെ വെള്ളം മുഴുവൻ അങ്ങോട്ട് വറ്റിക്കാം നിശ്ചയിച്ചു. ഇങ്ങനെ നിശ്ചയിക്കുന്നവരുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടെ. അതിനെ വിഡിത്തെന്ന് പറയരുത്. നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ പരമാവധി നമ്മൾ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യണം. ഒരു കൊക്ക് വെള്ളം എടുക്കും സമുദ്രത്തിന്, എന്നിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് കളയും, വീണ്ടും സമുദ്രത്തിലേക്ക് വരും. ഇത് ആദ്യമായിട്ട് കേട്ടപ്പോ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളിൽ പലരും ഇങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്. എന്നെങ്കിലും ഒരിക്കലും ഞാൻ പച്ച പിടിക്കും, ആളുകൾ കളിയായിക്കോട്ടെ. ഇവിടെ വലിയ കമ്പനിക്കാരൊക്കെ, ഇന്റർനാഷണൽ കമ്പനിക്കാരുള്ളപ്പോഴാണ് നീ ഒരു പെട്ടിക്കച്ചവടം തുടങ്ങിയിട്ട് രക്ഷപ്പെടുന്നത്. പെട്ടിക്കച്ചവടം തുടങ്ങും. ക്ഷീണമില്ലാത്ത കുരുവി ഞാൻ വിജയിക്കും. എന്തിന്? സമുദ്രം മുഴുവൻ വറ്റിച്ച് തീർത്ത് അതിൽ നിന്ന് എന്റെ മുട്ടയെടുത്ത് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നു. എല്ലാവരും കളിയാക്കി, മറ്റു പക്ഷികൾ കളിയാക്കി. ഈ കളിയാക്കുന്നതുകൊണ്ടൊക്കെ ഗുണമുണ്ട്. നമ്മുടെ ധാരണ ആ കളിയാക്കൽ വലിയ അബദ്ധമാണെന്നാണ്. അങ്ങനെ വല്ലാതെ കളിയാക്കൽ കേട്ടപ്പോ നാരദ മഹർഷി അതിലെ വരികയാണ്. എന്താ സംഭവം എന്ന് വെച്ചു. ആ കുരുവി ഉണ്ടല്ലോ, സമുദ്രജലം വറ്റിക്കാനായിട്ട് എന്താ ശ്രമം. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ നേരമില്ല,
സമുദ്രജലം മുഴുവൻ പറ്റിക്കും തന്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ. നാരദ മഹർഷി വന്ന് ചോദിച്ചു, എന്താ സംഭവം? എനിക്ക് വർത്താനം പറഞ്ഞ് നിൽക്കാൻ നേരില്ല. മഹർഷി ഇപ്പൊ തൽക്കാലം ഒന്ന് മാറി വെക്കും. ആ സമയത്ത് ഒരു കൊക്ക് വെള്ളം എടുത്തിട്ട് പുറത്തു കൊണ്ടുപോയിട്ട് കളയാം. നാരദ മഹർഷി ഒന്നും വേണ്ടിയില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ എങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതിന് തത്തുല്യം. നാരദ മഹർഷി അവിടുന്ന് പോയിട്ട് പോണ വഴിക്ക് ഗരുഡനെ കണ്ടു. എന്റെ ഗരുഡ, ഞാനൊരു കാഴ്ച കണ്ടിട്ടാ വരുന്നത്. ഒരു പാവം കിളി സമുദ്രത്തിലെ വെള്ളം മുഴുവൻ വറ്റിക്കുന്നാണ് പറയണത്. അതിന്റെ ആത്മവിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തി. സമുദ്രജലം മുഴുവൻ ഒരു കൊക്കുകൊണ്ട് വെള്ളമെടുത്ത് വറ്റിച്ച് തന്റെ മുട്ട എടുത്തിട്ട് കുഞ്ഞിന്റെ മുഖം കാണുന്നു. അങ്ങനെയുണ്ടോ? അതൊരു മണ്ടൻ തന്നെയാണല്ലോ. ഗരുഡൻ ചെയ്തു. ഇത്തരം കാഴ്ച ഒരാൾ പറയുമ്പോൾ നമ്മൾ കാണാൻ പോവല്ലോ. നമ്മൾ കാണാൻ പോവും. ഗരുഡൻ വന്നിട്ട് ഈ കാഴ്ച കണ്ടപ്പോ ഗരുഡന് തോന്നി ആ മുട്ട സമുദ്രത്തിന് എടുത്തു കൊടുക്കണം. സമുദ്രം വറ്റിക്കാൻ പറ്റില്ല. ഗരുഡന്റെ ചിറകടി കൊണ്ട് സമുദ്രത്തിലെ ഏതാനും കിലോമീറ്റർ ദൂരം അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് നീങ്ങും. അപ്പൊ അത്രയും ഭാഗത്ത് നോക്കാലോ. ആ വെള്ളം കൂടുമ്പോഴേക്കും ഗരുഡൻ വീണ്ടും ചിറകടിക്കും, വേറൊരു ഭാഗത്ത് നോക്കും. 8-10 തവണ കഴിഞ്ഞപ്പം കുരുവിയുടെ മുട്ട കിട്ടി. അതെടുത്തു. ഗരുഡൻ പറഞ്ഞു, നിന്റെ ആ കേമത്വവും ആ ഉഷാറുള്ള പ്രയത്നവും അഭിയേക്കുന്നു. ഞാൻ ഇത് കൊണ്ടേ ഈ മുട്ടയും കൊണ്ടേ പോകുള്ളൂ. കുരുവിയുടെ മുട്ടയും കൊണ്ടുപോയി ആ കുഞ്ഞിനെ വളർത്തി. കഠിനമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചാൽ, നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ നമ്മുടെ മുഴുവൻ ശ്രദ്ധ അതിലായിരിക്കണം. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യരുത്. വിജയിച്ച ആളുകളുടെ ചരിത്രം എടുക്കാൻ, വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവരൊക്കെ ഓരോ രീതിയിൽ വിജയിച്ചാണല്ലോ. നമുക്കെല്ലാം നമ്മുടേതായുള്ള ഒരു പൂർണ്ണതയുണ്ടല്ലോ. അയ്യോ, നിങ്ങൾ അത്ര കേമനാണോ, നിങ്ങൾക്ക് എന്ത് വിജയം ഉണ്ടായത് ചോദിക്കരുത്. അത് പെട്ടിക്കച്ചവടക്കാരനാണെങ്കിൽ ശരി, ചെരുപ്പ് നേരെയാക്കുന്ന ആളാൽ ശരി, അയാളുടേതായുള്ള ഒരു പൂർണ്ണതയുണ്ടല്ലോ. ആ പൂർണ്ണത എങ്ങനെ ഉണ്ടാവുന്നു? അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരു കാര്യത്തെ പറ്റി അവർ ശ്രദ്ധിക്കില്ല. വായനാശീലമുള്ളവരുണ്ടല്ലോ, ഏത് ചെണ്ടോട്ടുണ്ടെങ്കിലും അവരവരുടെ പുസ്തകം ഒരു ദിവസം അവരുടെ ഒരു കോട്ട വായിച്ചു തീരാണ്ട്. ചെണ്ടയിൽ താല്പര്യമുള്ളവരോ ആ ചെണ്ട എന്ന സംസ്കാരത്തിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ് നോക്കുന്നത്. ചെണ്ട ഒട്ടുന്നോടത്തിലൊക്കെ പോവും, ഒപ്പം നിന്ന് താളം പിടിക്കും. ഒരു പ്രധാന നടിയെ വെച്ചിട്ട് ഒരു ഗാനം ചിത്രീകരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു പെൺകുട്ടി വന്നിട്ട് ഈ ചിത്രീകരണം നോക്കി. അപ്പൊ ഞാൻ അപ്പുറത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഈ ആർട്ടിസ്റ്റ് കാണിക്കുന്ന പോലെ ഉണ്ട് പുള്ളി ചുമരിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു. അവർക്ക് അതിലുള്ള ഒരു വാസന. ആ കുട്ടി നല്ല നർത്തകിയായി പിന്നീട്. ഇതുപോലെ ജീവിതത്തിലെ ലക്ഷ്യം എന്നതാണ് എന്നുള്ളതിലേക്കുള്ള താല്പര്യം ഉള്ളവര് അവര് വഴിമാറി ചിന്തിക്കില്ല. രാഷ്ട്രീയത്തിൽ ഉയരേണ്ട ആളുകള് ഓരോ വരിയും തന്റെ ഉയർച്ചയെ പറ്റിയിട്ട് ആണ് ചിന്തിക്കുക. അതിലേക്ക് താല്പര്യം ഇല്ലാത്തവർ ഈ വരികൾ ശ്രദ്ധിക്കുകയില്ല. തെരഞ്ഞെടുപ്പിന് നിന്നിട്ട് 10 പേരുടെ വോട്ട് കിട്ടേണ്ട പരിപാടി ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ശ്രമിക്കുന്നത്? തന്റേതായിട്ടുള്ള കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ കുരുവിയെ പലരും പറയാറുണ്ട്, ഇങ്ങനെ ഒരു കുരുവി ഉണ്ടായോ?
സംസ്കൃത മൂലത്തില് ഭാഗവതത്തില് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള കമന്റിനൊന്നും മറുപടി പറയേ വേണ്ട. അങ്ങനെ ഒരു കുരുവി ഉണ്ടോ, നാരദൻ സംസാരിച്ചോ എന്നല്ല, വലിയൊരു ഗുണപാഠം നമുക്കത് തരുന്നുണ്ട്. ചിന്തയ്ക്ക് വിട്ടുവാക്കുകൾ സംഭരിക്കുന്നു.